നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. സിക്സ് ഓഫ് കപ്സ്, ദ സ്റ്റാർ, ദ മജീഷ്യൻ, ദ എംപറർ, 8 ഓഫ് വാൻഡ്സ്, ദ ടവർ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിൽ 6 ഓഫ് കപ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് പഴയകാല പ്രണയത്തെയും നൊസ്റ്റാൾജിയയും സൂചിപ്പിക്കുന്നു. ദ സ്റ്റാർ കാർഡ് പ്രത്യാശയും ഈശ്വരീയ അനുഗ്രഹവുമാണ് സൂചിപ്പിക്കുന്നത്. മുൻപ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് അകന്നു പോയൊരു ബന്ധം ഇപ്പോൾ എല്ലാ മുറിവുകളും ഉണങ്ങി കൂടുതൽ ശുദ്ധമായ രൂപത്തിൽ വീണ്ടും ജനിക്കാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഒരു മടങ്ങിവരവാണ് ഇത്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു സ്നേഹം തിരികെ കിട്ടുന്നത് വഴി നിങ്ങളുടെ മനസ്സിന് വലിയൊരു സമാധാനവും ആശ്വാസവും ലഭിക്കും. പരസ്പരം ക്ഷമിക്കാനും പഴയ കാര്യങ്ങൾ മറന്ന് ഒരു പുതിയ തുടക്കം കുറിക്കാനും ഈ എനർജി സഹായിക്കും. അത്രമേൽ ആഴത്തിലുള്ള ഒരു ആത്മബന്ധം ഇതിലൂടെ വീണ്ടും ഉണരുകയാണ്. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നുള്ള ആ വ്യക്തി ഒരു പുതിയ പ്രതീക്ഷയുമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ഈ കാർഡുകൾ വളരെ വ്യക്തമായി അടിവരയിടുന്നു. ദ മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ തേടി വരുന്ന വ്യക്തി വെറുതെ ഓർത്ത് വിഷമിച്ചിരിക്കുകയല്ല. നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ അവർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനായുള്ള സാഹചര്യങ്ങൾ അവർ തന്നെ പ്രപഞ്ച സഹായത്തോടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കണമെന്നും ഈ ബന്ധം എങ്ങനെ വീണ്ടെടുക്കണമെന്നും അവർക്ക് കൃത്യമായി അറിയാം. നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഈ മജീഷ്യൻ കാർഡ് ഉറപ്പു നൽകുന്നു. ദ എംപറർ കാർഡും നമ്മുടെ സ്പ്രെഡിൽ വന്നിട്ടുണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ തേടി വരുന്ന വ്യക്തി ഇനി ഒരു താൽക്കാലിക തമാശയ്ക്കോ അല്ലെങ്കിൽ വെറും ഒരു വികാരപ്രകടനത്തിനോ വേണ്ടിയല്ല വരുന്നത്. അവർക്ക് ഈ ബന്ധത്തിൽ കൃത്യമായ ഒരു പ്ലാനും ഗൗരവവുമുണ്ട്. ഭൂതകാലത്തിൽ അവർക്ക് പക്വതക്കുറവുണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അവർ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഉത്തരവാദിത്തമുള്ള ഒരാളായി മാറിയിരിക്കുന്നു. നിങ്ങളെ ചേർത്ത് പിടിക്കാനും സമൂഹത്തിന് മുന്നിൽ ഈ ബന്ധത്തിന് കൃത്യമായ ഒരു പദവി നൽകാനും നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വവും തരാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. വിവാഹം പോലുള്ള ഒരു സുസ്ഥിരമായ തീരുമാനത്തോടെ ആയിരിക്കും അവരുടെ വരവ്. ഈ വ്യക്തി അല്പം കടുംപിടുത്തക്കാരനോ ഈഗോ ഉള്ള ആളോ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ ആ കടുംപിടുത്തങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങളെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിനായി അവർ തങ്ങളുടെ അധികാരം ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ നിങ്ങളെ തേടി വരുന്നത് വെറും ഒരു കാമുകനായല്ല, നിങ്ങളുടെ ജീവിതത്തിലെ നായകനായിട്ടാണ്. ഈ സ്പ്രെഡിൽ 8 ഓഫ് വാൻഡ്സ് ആൻഡ് ടവർ ഈ 2 കാർഡുകളും വന്നിട്ടുണ്ട്. ഈ കാർഡുകൾ കാണിക്കുന്നത് പെട്ടെന്നുള്ള മെസ്സേജുകൾ, ഫോൺ കോളുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങളുടെ ചിന്തകളെപ്പോലും ഉലച്ചു കളയുന്ന രീതിയിലായിരിക്കും ആ സന്ദേശം വന്നെത്തുന്നത്. ടവർ കാർഡ് തകർച്ചയാണ് കാണിക്കുന്നത്. ഇവിടെ അത് നിങ്ങൾക്കിരുവർക്കുമിടയിൽ നിന്നിരുന്ന തടസ്സങ്ങളെ തകർക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് മൗനമാകാം, ദൂരമാകാം, ഈഗോയാകാം. ആ പ്രണയത്തിൻ്റെ പുതിയൊരു തുടക്കത്തിന് ഇത് വഴിയൊരുക്കുമെന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.